ഗൈസ്, ഡ്രാഗൺ ബോൾസിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഫ്യൂഷൻ ക്യാരക്ടറാണ് നമ്മുടെ ഗൊജീറ്റ ആൻഡ് വെജീറ്റോ. ഇവർ രണ്ടുപേരിലും ആരാണ് ഏറ്റവും ശക്തൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ വെജീറ്റോ ആൻഡ് ഗൊജീറ്റ ഇവർ രണ്ടുപേരും എടുത്തു നോക്കിയാലും നമ്മുടെ ഗോക്കു വെജീറ്റയുടെ രണ്ട് ഫ്യൂഷൻ ടൈപ്പാണിത്. നമ്മുടെ ഗോക്കുവും വെജീറ്റയ്ക്കും ഏതൊക്കെ ട്രാൻസ്ഫോർമേഷനിൽ മാറാൻ സാധിക്കുമോ അതൊക്കെ ഈ ഒരു ഫ്യൂഷൻ ക്യാരക്ടറിനും മാറാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് വെജീറ്റോയെ നോക്കാം. വെജീറ്റോ എന്നത് പൊട്ടാര റിങ്സ് വെച്ച് ഫ്യൂഷൻ ആകുന്നതാണ്. ഈ ഒരു പൊട്ടാര റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഏത് പവർ ലെവൽ കുറവായിട്ടുള്ള ഒരാൾക്കും ഈസി ആയിട്ട് ഫ്യൂഷൻ ആകാൻ സാധിക്കും. പവർ കൂടിയ ആൾക്കാർ, പവർ കുറഞ്ഞ ആൾക്കാർ എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല. അത് കൂടാതെ പൊട്ടാര റിങ്സ് വെച്ച് ഫ്യൂഷൻ ആകുന്ന സമയത്ത് എക്സ്ട്രാ ഇവർക്ക് ആ ഒരു പൊട്ടാര റിങ്സിന്റെ പവേഴ്സും കിട്ടുമെന്ന് പല തിയറീസും പറയുന്നുണ്ട്. ഈ ഒരു പൊട്ടാര റിങ്സിന്റെ ഫ്യൂഷൻ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. എന്നാൽ ചില സമയങ്ങളിൽ അതിന് മുകളിൽ പോകുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗൊജീറ്റയുടെ ഫ്യൂഷൻ ടൈപ്പ് നോക്കാം. ഗോക്കുവും വെജീറ്റയ്ക്കും ഈ ഒരു ഗൊജീറ്റ എന്നൊരു ഫ്യൂഷനിലേക്ക് മാറണമെങ്കിൽ ഇവർക്ക് ഫ്യൂഷൻ ഡാൻസ് കളിക്കണം. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡാൻസ് ഉണ്ട്. അത് രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫ്യൂഷനിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫ്യൂഷന്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാൻസ് തന്നെയാണ്. രണ്ടുപേരും ആ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഒന്നിക്കൽ ഒരു സ്കിന്നി ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറും, അല്ലെങ്കിൽ ഒരു ഫാറ്റി ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറും. അതായത് ഈ ഒരു ഫ്യൂഷനിലേക്ക് മാറാൻ കുറച്ച് റിസ്ക് ആണ്. എന്നിരുന്നാലും ഈ ഒരു ഗൊജീറ്റയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂഷൻ ക്യാരക്ടർ അത്രയധികം പവർഫുൾ ആയിരിക്കും. ഗോക്കുവും വെജീറ്റയ്ക്കും എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഇവിടെയും യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗൊജീറ്റയ്ക്ക് ഇത് 30 മിനിറ്റ് മാത്രമേ യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വെജീറ്റോ ആൻഡ് ഗൊജീറ്റ ഇവർ രണ്ടുപേരും സീരീസിൽ എത്ര തവണ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വെജീറ്റോയെ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ് നമുക്ക് കാണിച്ചു തന്നത്. ഒന്ന് ഡ്രാഗൺ ബോൾ ജി മാജിൻ ബൂവിന്റെ കൂടെയുള്ള ഫൈറ്റിലും, പിന്നീട് ഡ്രാഗൺ ബോൾ സൂപ്പർ നമ്മുടെ ഗോക്കു ബ്ലാക്കിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു സമസുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്തും. ഇതിൽ മാജിൻ ബൂവിന്റെ കൂടെയുള്ള ആ ഒരു ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ബൂ നമ്മുടെ പിക്കലോ, ഗോഹാൻ, ഗോട്ടൻ ആൻഡ് ട്രങ്ക്സ് ഇവരൊക്കെ അബ്സോർബ് ചെയ്ത് അവരുടെ പവേഴ്സും നമ്മുടെ ബൂവിന്റെ അകത്തുണ്ട്. ആ ഒരു ബൂവിനെയാണ് നമ്മൾ വെജീറ്റോ ഇവിടെ എതിർത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്തുള്ള വെജീറ്റോക്ക് ജസ്റ്റ് നോർമൽ സൂപ്പർ സൈനിൽ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വെജീറ്റോ സൂപ്പർ സൈൻ ബ്ലൂവിലാണ് മാറുന്നത്. ഇവിടെ സമസുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഗോഡാണ്, ഒരു ഇമ്മോർട്ടൽ ആണ്, വില്ലനാണ് എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം. എന്നിട്ട് പോലും വെജീറ്റോ എന്ന ഫ്യൂഷൻ ക്യാരക്ടർ സമസുവിന് ഈക്വൽ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജീറ്റോ നമ്മുടെ കാമേഹാമേഹായും ഫൈനൽ ഫ്ലാഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് വെജീറ്റോ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമസു ഒരു എനർജി വെച്ചൊരു ബ്ലേഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അതേ സാധനം ഇവിടെ വെജീറ്റോയും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെജീറ്റോ സൂപ്പർ സൈൻ ബ്ലൂവിൽ ആ ഒരു ഫൈനൽ അറ്റാക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ വെജീറ്റോ ഗോക്കുവും വെജീറ്റയിലേക്ക് സെപ്പറേറ്റ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെജീറ്റോ പെട്ടെന്ന് ആ ഒരു ഫൈനൽ അറ്റാക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് എനർജി ഡ്രെയിൻ ആയി, പെട്ടെന്ന് വീക്കായി. അതുകൊണ്ടാണ് പെട്ടെന്ന് സെപ്പറേറ്റ് ആയതെന്ന് നമ്മുടെ സുപ്രീം കായി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗൊജീറ്റയിലേക്ക് വരാം. ഗൊജീറ്റയെ ആദ്യമായിട്ട് നോൺ കാനോണിൽ നമ്മുടെ ജിനംബയുടെ മൂവിയിലാണ് കാണിച്ചു തന്നത്. എന്നാൽ നമുക്ക് ഇവിടെ കാനോൺ ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ ആദ്യമായി കാനോണായി നമുക്ക് ഗൊജീറ്റയെ കാണിച്ചു തന്നത് ആ ഒരു ബ്രോലി മൂവിയിലാണ്. ബ്രോലിക്ക് തന്നെ ടഫ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇവിടെ ഗൊജീറ്റ മാറുന്നത്. ബ്രോലിയെ പറ്റി ഞാൻ ഇവിടെ എടുത്ത് പറയണ്ടല്ലോ, ഒരു ലെജൻഡറി സൂപ്പർ സൈയൻ. ബ്രോലി ഇവിടെ ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം ഗൊജീറ്റ ആയതിനു ശേഷം ബേസ് ഫോമിൽ ഫൈറ്റ് ചെയ്യും, പിന്നീട് സൂപ്പർ സൈനിൽ മാറും, പിന്നെ സൂപ്പർ സൈൻ ബ്ലൂവിലേക്ക് മാറും. അങ്ങനെയാണ് ആ ഒരു മൂവിയിൽ നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഫൈറ്റിന്റെ ഇടയിൽ പെട്ടെന്നൊരു ക്ലാഷിൽ ഒരു ചെറിയ ഡൈമെൻഷൻ തന്നെ ക്രിയേറ്റ് ആകുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫൈറ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെജീറ്റോയെ പോലെ ഗൊജീറ്റ ഇവിടെ ടയേർഡ് ആകുന്നില്ല. കറക്റ്റ് 30 മിനിറ്റ് വരെ പിടിച്ചു നിൽക്കാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. ഇനി ഫൈനലി നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. രണ്ടുപേരിലും ആരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, ആരാണ് ഏറ്റവും ശക്തൻ? ഞാനിപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് ആ ഒരു ബ്രോലി മൂവിയിലെ ഗൊജീറ്റ ആയിരിക്കും. കാരണം ഗോകു ബ്ലാക്കിന്റെ ആ ഒരു വെജീറ്റോയെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മൂവിയിൽ ഗൊജീറ്റ തന്നെയാണ് കുറച്ചധികം പവർഫുൾ ആയിട്ട് കാണിച്ചത്. എന്നാൽ അത് വെച്ച് ഗൊജീറ്റയാണ് പവർഫുൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രോലി മൂവിയിൽ ഗൊജീറ്റ ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗോകുവും വെജീറ്റയും എത്രത്തോളം പവർഫുൾ ആണോ ആ ഒരു പവർ ആണ് ആ ഒരു ഗൊജീറ്റയ്ക്ക് ഉണ്ടാവുക. ഇപ്പോൾ ആ സമയത്ത് വെജീറ്റോ ആയി കഴിഞ്ഞാലും ആ ഒരു സെയിം ഗൊജീറ്റയുടെ പവർ തന്നെ ഇവിടെയും കിട്ടും. ഓരോ സമയത്ത് ഏത് ഫ്യൂഷനാണോ ആകുന്നത് ആ ടൈമിൽ ഗോക്കുവും വെജീറ്റയുടെ ബെസ്റ്റ് തന്നെയാണ് ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടറും കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഗൊജീറ്റയാണ് വെജീറ്റോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ അക്കിര ടോറിയാമയോട് ഈ ഒരു സംഭവം ചോദിച്ചപ്പോൾ ടോറിയാമ പറഞ്ഞത് രണ്ടുപേരും ഈക്വൽ ആണ്. അതായത് വെജീറ്റോ ആണെങ്കിലും ഗൊജീറ്റ ആണെങ്കിലും രണ്ടുപേരും ഈക്വൽ ആണെന്ന രീതിയിലാണ് ടോറിയാമ ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇതിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനി ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുതരാം. നമ്മുടെ വെജീറ്റോക്ക് 1 മണിക്കൂർ വരെ ഫ്യൂഷനായിട്ട് നിൽക്കാൻ സാധിക്കും. എന്നാൽ
ഗൊജീറ്റയ്ക്ക് ആണെങ്കിൽ വെറും 30 മിനിറ്റ് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് നമ്മുടെ വെജീറ്റോക്കാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, വെജീറ്റോക്ക് 1 മണിക്കൂർ വരെ നിൽക്കാൻ കഴിയുമെങ്കിലും പെട്ടെന്ന് എനർജി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ഡീഫ്യൂസ് ആവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വെജീറ്റോക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണം. എന്നാൽ ഇവിടെ ഗൊജീറ്റയ്ക്ക് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും ആ ഒരു 30 മിനിറ്റ് ഫുൾ പൊട്ടൻഷ്യൽ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എനർജി ഡ്രെയിനും ഉണ്ടാകില്ല. രണ്ടാമത് ഇവരുടെ ആ ഒരു ഫ്യൂഷൻ ടൈപ്പ് ഏറ്റവും സിമ്പിൾ ആയി ഫ്യൂഷൻ ആകാൻ പറ്റുന്നത് നമ്മുടെ വെജീറ്റോ ആണ്. ഗൊജീറ്റയ്ക്ക് ആ ഒരു ഫ്യൂഷൻ ഡാൻസ് ചെയ്യണം, അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം പറയേണ്ടത്, നമ്മുടെ കയ്യിൽ ആ ഒരു പൊട്ടാര റിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വെജീറ്റോയിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗൊജീറ്റയിൽ മാറാൻ ഇവിടെ ആ ഒരു ഫ്യൂഷൻ ഡാൻസ് രണ്ടുപേർക്കും അറിയുമെങ്കിൽ ഏത് സന്ദർഭത്തിലും ഇവർക്ക് ഗൊജീറ്റയിലേക്ക് മാറാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ഗൊജീറ്റയാണോ അതുപോലെ വെജീറ്റോ ആണ് ഏറ്റവും പവർഫുൾ എന്നത്. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഒരു ഫാൻ തിയറിയാണ്, നമ്മുടെ വെജീറ്റോ എന്ന് പറയുന്നത് പൊട്ടാര റിങ്സ് വെച്ച് ഫ്യൂഷൻ ആകുന്നതല്ലേ. അപ്പോൾ ഈ ഒരു പൊട്ടാര റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം ഗൈസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അവർ ആക്ച്വലി ഒരു ഡിവൈൻ ക്രീച്ചർ ആണ്, ഒരു ഗോഡാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഒരു മോർട്ടൽ യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടാര റിങ്സിന്റെ ഫുൾ പവറും ഒരു മോർട്ടലിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തിയറിയും ഇവിടെ ഉണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗൊജീറ്റയാണോ അതുപോലെ തന്നെ വെജീറ്റോ ആണ് ഏറ്റവും ഇഷ്ടം? മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആനിമി വീഡിയോയുമായി പിന്നെ വരാം.